Dear students, welcome back to maths class. Today we are going to discuss next topic, addition and multiplication. Okay. In the last class we have discussed 2x plus 3x equals 5x. Did you remember that? Okay, in the last section, number relations, we have seen that twice a number added to thrice the number gives 5 times the number. Okay, in algebra, we can represent 2x plus 3x equals 5x for every number x. Next, instead of multiplying a number by 2 and 3 separately and adding, we need only multiply this number by 5. Okay, instead of multiplying a number by 2 and 3 separately. അപ്പോൾ നമ്മൾ ഒരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ദെൻ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 5x എത്തിയത്. ഓക്കെ, അപ്പോൾ അതിന് പകരം എന്ത് ചെയ്താൽ മതി? We need only multiply this number by 5. അപ്പോൾ 2 കൊണ്ടും 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 into 16 plus 3 into 16. Can you say 2 into 16 plus 3 into 16? Yes, let us find out 5 into 16. അപ്പോൾ 16നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ദെൻ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ 16നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ്, suppose we take the other numbers instead of 2 and 3. ഇനി 2 and 3 എന്നുള്ള നമ്പേഴ്സിന് പകരം നമ്മൾ വേറെ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ എന്താവും വരിക? ഓക്കെ, ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. ഇൻ എ ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. In a mass conference, 2 rooms are used for discussion. In one room there are 40 people and in the other 35. At tea time each is to be given 2 biscuits. How many biscuits are needed? എന്താ പറയുന്നത്? ഒരു റൂമിൽ 40 പേരുണ്ട്, ദെൻ അടുത്ത റൂമിൽ 35 ആളുകളും. ദെൻ അറ്റ് ടീ ടൈം ഈച്ച് ഈസ് ടു ബി ഗിവൺ 2 ബിസ്ക്കറ്റ്സ് അല്ലേ? ഓരോരുത്തർക്കും 2 ബിസ്ക്കറ്റ് വീതം കൊടുക്കുന്നുണ്ട്. ഹൗ മെനി ബിസ്ക്കറ്റ്സ് ആർ നീഡഡ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ബിസ്ക്കറ്റ്സ് അവിടെ ആവശ്യമുണ്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? ഇൻ ദ ഫസ്റ്റ് റൂം വി നീഡ്, എങ്ങനെ വരിക? ഫസ്റ്റ് റൂമിൽ 40 ആളുകൾ അല്ലേ, 40 പേരാണുള്ളത്. ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് വീതം? 2 ബിസ്ക്കറ്റ്സ്. So in the first room we need 40 into 2, that is 80 biscuits. The next, in the second room we need how many biscuits? In the second room there are 35 people, so 35 into 2, that is 70 biscuits. Now total number of biscuits we need. Total number of biscuits needed is 80 plus 70. 80 plus 70 is 150. Okay, now or we can find out then how many people are there in both rooms?
room 1 and 2, or in one room there are 40 people and the other room there are 35 people. So total number of people, ആകെ എത്ര പേരാണ് അവിടെ ഉള്ളത്? 40 plus 35, that is 75. ഓക്കെ, ഇനി ഓരോരുത്തർക്കും 2 ബിസ്ക്കറ്റ് വീതമാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ 2 റൂമിലും കൂടെ ആകെ എത്ര പേരുണ്ട്? 75 people. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? Therefore, number of biscuits needed, or total number of biscuits needed is 75 into 2, that is 150. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കേസിൽ ആദ്യം 40 into 2, then 80, then next 35 into 2, 70 biscuits. ഇപ്പോൾ 2 കേസിൽ നമ്മൾ ആദ്യം സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു അല്ലേ? ഫസ്റ്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്തു? 40നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 80, then 35 into 2, 70, then ആഡ് ചെയ്തു. അപ്പോൾ 80 plus 70, 150. ഇനി നെക്സ്റ്റ് വൺ എന്താ ചെയ്തത്? 2 റൂമിലെ ആളുകളുടെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും 2 ബിസ്ക്കറ്റ്സ് വീതമാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ടോട്ടൽ 75. സോ 75 into 2, 150. അപ്പോൾ എന്താ ചെയ്തത് ഇവിടെ? 2 കൊണ്ട് 2നെ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ആളുകളുടെ എണ്ണം ആഡ് ചെയ്തതിന് ശേഷം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈയിങ് 2 by 40 and 35 separately and then adding, we need only multiply their sum 75 by 2. Okay, now this can be done in multiplication by fractions also. അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി ഫ്രാക്ഷൻസ് വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ചെയ്യാം. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ എക്സാമ്പിൾ. If we add half of 4 and half of 6, we get 2 plus 3 equals 5. Half of the sum 10 is also 5. Okay, listen. Half of 4, that is 4 by 2, that is 2. Next, half of 6, that is 6 by 2, that is 3. Then sum 2 plus 3, 5. Okay. അപ്പോൾ നമുക്ക് പറയാം 4ൻ്റെ ഹാഫും 6ൻ്റെ ഹാഫും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് സം എന്താ കിട്ടിയത്? 5. ഇനി ഹാഫ് ഓഫ് ദ സം 10 ഈസ് ആൾസോ 5. അപ്പോൾ ഇങ്ങനെ വരിക, ഹാഫ് ഓഫ് 4ഉം 10ഉം കൂടെ ആഡ് ചെയ്താൽ 4ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ 10. ഇപ്പോൾ 10ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ അതും എന്താണ്? 5 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 4 by 2 plus 6 by 2 equals 10 by 2, or 4 into 1 by 2 plus 6 into 1 by 2 equals 10 into 1 by 2. Okay, now from this we can say that multiplying 2 numbers by a number separately and adding give the same result as multiplying their sum by the number. Okay, here instead of 10 we can write 4 plus 6 into 1 by 2. Okay, once more, multiplying 2 numbers by a number separately and adding give the same result as multiplying their sum by the number. Now we can write in algebra. Numbers x, y, z. Okay, then x into z plus y into z equals x plus y into z. Okay, x into z plus y into z equals x plus y into z. X plus y into z.
ഇനി ഇവിടെ ഈ എക്സും വൈയും എന്നൊക്കെ പറയുന്നത് ലെറ്റേഴ്സാണ്. അപ്പോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഈ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൈ സെഡ് ഈക്വൽസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഫോർ all numbers x, y, z. For all numbers x, y, z. Okay. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, സമ്മ് കണ്ടിട്ട് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ സെഡ് ആണ് നമ്മൾ രണ്ട് നമ്പർ സെയിം ആയിട്ട് വരുന്ന നമ്പർ. ഇവിടെ സെപ്പറേറ്റ് സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ രണ്ടിലും വരുന്ന നമ്പർ ഏതാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ് ഈക്വൽസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് വൈ സെഡ്. Okay, in our ordinary language, multiplying two numbers by a number separately and adding give the same result as multiplying their sum by the number. Okay, next subtraction. Multiplying two numbers by a number separately and subtracting give the same result as multiplying their difference by the number. Okay, same as in the case of addition. Now next algebra. Let us take three numbers as x, y, z. Now x into z minus y into z equals x minus y into z, or xz minus yz equals x minus y into z for all numbers x, y, z. Okay, അപ്പോൾ മൾട്ടിപ്ലൈങ് ടു നമ്പേഴ്സ് ബൈ എ നമ്പർ സെപ്പറേറ്റ്ലി. അപ്പോൾ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈങ് ദ ഡിഫറൻസ് ബൈ ദ നമ്പർ. ആ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടിട്ട് അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത്. മൾട്ടിപ്ലൈങ് ടു നമ്പേഴ്സ് ബൈ എ നമ്പർ സെപ്പറേറ്റ്ലി ആൻഡ് സബ്ട്രാക്ടിങ് ഗീവ് ദ സെയിം റിസൾട്ട് ആസ് മൾട്ടിപ്ലൈങ് ദർ ഡിഫറൻസ് ബൈ ദ സെയിം നമ്പർ. നെക്സ്റ്റ് വൺ എക്സാമ്പിൾ. 6 into 5 minus 4 into 5. Now let us find out. 6 into 5 minus 4 into 5 is 6 minus 4 into 5. Okay, 6 minus 4 2. 2 into 5 this is 10. Or we can write 6 into 5 30. Then 4 into 5 20. 30 minus 20 is also 10. Okay. The next one more example. 8 into 1 by 2 minus 6 into 1 by 2. Can you say what is the value? 8 into or half of 8 minus half of 6. This is 8 minus 6 into 1 by 2. 8 minus 6 is 4. Sorry, 2. Okay. So half of 2 is 1. Or half of 8 4 minus half of 6 3. This is also 1. Okay, instead of doing like this, we can find out directly how multiplying the difference by the number. 8 minus 6 2. 2 into 1 by 2, or half of 2 is 1. Okay, can you understand? Okay, so today we discussed addition and multiplication, then also subtraction and multiplication.
Okay. Let us wind up today's class. Thank you.